ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വാഷിങ്ടൺ യാത്രയുടെ ഭാഗമായിട്ട് മൊണ്ടാനയിലാണ്. എന്തായാലും പുറത്തിറങ്ങിയ കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തു. നല്ല മഴയുണ്ട് കേട്ടോ. പനി പിടിപ്പിക്കാതെ നമുക്ക് പോയി വല്ലതും കഴിക്കാം. നിങ്ങൾ കാണുന്ന പോലെ ഭയങ്കര റിമോട്ടായിട്ടുള്ള മൊണ്ടാനയുടെ ഒരു ഏരിയ കൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റെസ്റ്റ് ഏരിയ കുറേ നേരം ഓടിച്ചതിന് ശേഷം റെസ്റ്റ് ഏരിയ കണ്ടത്. അവിടെ നമ്മുടെ ട്രക്ക് മാത്രം നോക്കി. നെറ്റ്ഫ്ലിക്സിലെ യെല്ലോ സ്റ്റോൺ എന്ന് പറയുന്ന ആ ഒരു സീരീസ് കണ്ടവർക്കറിയാം. അത് ബേസിക്കലി മൊണ്ടാന ബേസ്ഡ് ആണ്. അതാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മൊണ്ടാനേനെ എക്സൈറ്റിംഗ് ആക്കുന്നത്. ആ കാണുന്ന ചെറിയൊരു ബിൽഡിങ്ങിൻ്റെ അകത്ത് എന്തെങ്കിലും പല്ല് വെക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരിക്കുന്ന ഓർത്താണ് നമ്മൾ പോയത്. പക്ഷെ അവിടെ ജസ്റ്റ് ഒന്ന് വാഷ്റൂം ഉപയോഗിക്കാനുള്ള കഷ്ടിച്ചുള്ള സൗകര്യം മാത്രമേ പല്ല് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പല്ല് തേക്കൽ നമുക്ക് ഓപ്പൺ വെതറിലാക്കാം. അഹമ്മദ് അമീൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്രക്കിൻ്റെ എക്സോസ്റ്റ് എവിടെയാണ്. നമ്മുടെ ട്രക്കിൻ്റെ എക്സോസ്റ്റ് വേണ്ട ട്രക്കിൻ്റെ അടിയിലേക്കാണ്. നോക്കിക്കോളാം. കണ്ടാ നിങ്ങൾ കണ്ടോ, ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്കിവിടെ. 37 ഡിഗ്രി സെൽഷ്യസ്. അതിനുള്ള ഒരു ഇതും കാണാനുണ്ട് കേട്ടോ, ആവിയെ. അതോടൊപ്പം തന്നെ ഈ വിൻഷീൽഡ് നിറയെ ഡേർട്ടാണ്. ഇഷ്ടംപോലെ പ്രാണികളായിരുന്നെന്നാണ് നമ്മുടെ ദേവസ്യാച്ചൻ പറഞ്ഞത്. അതിൽ വലിയ അത്ഭുതമില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് അങ്ങ് പോവാം. എടാ പോകാ. ശരിക്കും നമ്മുടെ മൊണ്ടാനയുടെ ഈ ഒരു ഏരിയ ഒക്കെ ഇച്ചിരി പ്ലെയിൻ ആണെന്നുണ്ടെങ്കിലും മറ്റേ യെല്ലോ സ്റ്റോൺ സീരീസ് കണ്ടവർക്കറിയാം. നമ്മളിപ്പോൾ പോയി കുറച്ച് ഒരു ഏരിയ ഒക്കെ കഴിഞ്ഞു. ഇഷ്ടംപോലെ കവർ ചെയ്യാനുണ്ട് നമുക്ക് മൊണ്ടാനയിൽ കേട്ടോ. അങ്ങ് ഒരു പരിധി വിട്ടിട്ടുള്ള ഒരു ഏരിയ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കിടിലൻ നല്ല ജോഗ്രഫിയും നല്ല സൂപ്പർ സീനിക്കായിട്ടുള്ള കുറേ മൗണ്ടൻസും അതോടൊപ്പം അതിനനുസരിച്ചുള്ള കാഴ്ചകളൊക്കെയാണ് വരാൻ പോണത്. നല്ല അടിപൊളി സ്ഥലമാണ് മൊണ്ടാന. ദേശം മറ്റേ യെല്ലോ സ്റ്റോൺ എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സിൻ്റെ പരിപാടി വല്ലതും കണ്ടിട്ടുണ്ടോ? പോയില്ല. അതിനകത്ത് നിങ്ങൾ ചോദിച്ചിട്ട് മറ്റേ യെല്ലോ സ്റ്റോണോ? മറ്റേ നെറ്റ്ഫ്ലിക്സിൽ ഒക്കെ ഉള്ള യെല്ലോ സ്റ്റോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീരീസ്. ഒരു കിടിലൻ സീരീസ് ആണേ. ഇപ്പോഴും ഉള്ളതാണോ? ഇപ്പോഴും ഉണ്ട്. അത് ശരിക്കും ഈ മൊണ്ടാന ബേസ്ഡ് ആയിട്ടുള്ള ഒരു സീരീസാണ്. ഈ നമ്മളെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കില്ലേ, യെല്ലോ സ്റ്റോണിൻ്റെ ഒരു മേജർ ചങ്ക് ഒരു പ്രൈവറ്റ് ഫാമിലി ഓൺഡ് ആണെന്നുള്ളതും അവരത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നതൊക്കെ. കാരണം പണ്ടത്തെ കാലത്ത് ഇവരുടെ കയ്യിലായിരുന്നെങ്കിലും മുന്നോട്ട് പോകുന്നതോറും ഇത്രയും വാസ്റ്റ് എമൗണ്ട് ഓഫ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നതിന് വലിയ ടാക്സേഷനും കാര്യങ്ങളൊക്കെ അല്ലേ, മനസ്സിലായി. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ലാൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് നമ്മുടെ ഡെൻവറൊക്കെ ഡെവലപ്പ് ചെയ്ത പോലെ ഒത്തിരി ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പേഴ്സ് ഉണ്ടല്ലോ, അവർ ഇവരുടെ അക്വയർ ചെയ്തിട്ട് ഇവരുടെ എങ്ങനെയാലും പിടിച്ചെടുക്കാൻ വേണ്ടി പല ലീഗലി ആണെങ്കിലും എല്ലാ ഗവൺമെന്റിന്റെ പ്രഷർ വഴിയും പല രീതികളിൽ കൂടെ ട്രൈ ചെയ്യുന്നത് ഇവർ സർവൈവ് ചെയ്യുന്നതൊക്കെയാണ്. ഇവര് ശരിക്കും ഈ പറഞ്ഞ പോലെ കുറെ റാഞ്ചേഴ്സാ നമ്മുടെ ഇതുപോലെ പശുക്കളൊക്കെ വളർത്തുന്നത്. നല്ല അടിപൊളി സീരീസ്. അത് ശരിക്കും ബേസിക്കലി മൊണ്ടാനയാണ്. ഒത്തിരി പേര് അതിന്റെ ഫാൻസാ. എപ്പോഴും അതുകൊണ്ട് മൊണ്ടാന എന്ന് പറയുമ്പോഴത്തേക്കും യെല്ലോ സ്റ്റോൺ ആണ്. മൊണ്ടാനയുടെ മെമ്മറീസ് വല്ലതും ഉണ്ടോ ഈ റൂട്ടിൽ വന്നതിന്റെ? ഇവിടെ വന്നിട്ട് ഞങ്ങൾ മറ്റേ അന്ന് ഇതുപോലെ ഫ്യൂൾസ് മറ്റേ ട്രക്ക് സ്റ്റോപ്പ് അത്രയില്ല. എനിക്ക് തോന്നുന്നു
ഇങ്ങ് തുടക്കത്തിൽ നിന്നങ്ങോട്ട് ഇടയ്ക്ക് മറ്റേ മൊണ്ടാനയ്ക്ക് മുമ്പ് ഏത് സമയത്താ അത് തുടങ്ങുന്ന സമയത്ത്? തുടക്കകാലങ്ങളിൽ അന്ന് ഇങ്ങോട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ ഫ്യൂൽ അടിക്കുന്നത് എനിക്ക് തോന്നുന്നത് മറ്റേക്കോട്ട് പമ്പുകളേ ഉള്ളൂ. നമ്മുടെ ഈ ഫ്ലൈങ് ജെ അങ്ങനെയുള്ള എനിക്കൊന്ന് അത് ഇവിടെ എങ്ങാണ്ട് ആദ്യം തുടക്കത്തിലേ ഉള്ളൂ. ലവ്സ് ഒന്നുമില്ല. പഴയ പൈലറ്റൊക്കെ അവിടുന്ന് അടിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങ് വരെ ചെല്ലിയല്ല, അടുത്ത പമ്പ് വരെ ചെല്ലിയല്ല. അങ്ങനെ ഒരു പ്രാവശ്യം നമ്മളത് ഓർക്കുന്നില്ലല്ലോ. നമ്മൾ മറ്റേ US വേറെ ഇതായിട്ടുള്ള രീതിയിൽ ഇങ്ങ് പോകുന്നു. പക്ഷേ അന്നിപ്പോ ഇന്നത്തെ പോലെ ഇങ്ങനെ ഇന്നടുത്ത് അടിക്കണമെന്നൊന്നും പറയാത്തോണ്ടും നമ്മൾ നോക്കുമ്പോൾ മുന്നോട്ട് നോക്കുമ്പോൾ പമ്പ് കാണുമെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പ്രാവശ്യം വേറെ പമ്പിൽ കയറി കാശ് കൊടുത്ത് പഠിക്കേണ്ടത്. ആണോ? അത് നല്ല പെട്രോൾ കിട്ടുകയില്ല. അതിപ്പോ നമ്മളിപ്പം അങ്ങോട്ട് എത്തപ്പെടാനുള്ള അന്ന് എനിക്കൊന്ന് ഇടാഹോയ അവിടെ എങ്ങാണ്ട് ചെല്ലുമ്പോഴാണ് ഒരു പമ്പുള്ളത്. ഈ മൊണ്ടാന തുടക്കത്തിലെങ്ങാണ്ടേ ഉള്ളൂ. നമ്മൾ ഇപ്പൊ നമ്മൾ ഈ പോകുന്ന റൂട്ടില് നമ്മളിപ്പോ മൊണ്ടാന കഴിഞ്ഞ ഐദാഹോ കയറി നേരെ വാഷിംഗ്ടൺ അല്ലേ? നമ്മളിപ്പോ ഇവിടുന്ന് ചെല്ലുമ്പം ഈ 94 ആണല്ലോ ഇപ്പൊ ഇത് അവിടുന്ന് വേറെ റോഡ് വരുന്നുണ്ട് 90 എന്നും പറഞ്ഞു. അങ്ങനെയും വരാം നമുക്ക്. ഇപ്പൊ നമ്മൾ മറ്റേ ചിക്കാഗോയിൽ നിന്ന് അവിടുന്ന് കയറി വന്നില്ലേ, ഇത് ഇടയ്ക്ക് വെച്ചിട്ട് 94 90 ആയിട്ട് സ്പ്ലിറ്റ് ആയതുകൊണ്ട് 90 കൂടെ വരാം. അപ്പൊ ചിലപ്പോ 90 കൂടെ വരുന്നത്. ഇപ്പൊ നമ്മള് മറ്റേ ഇവര് ഫ്യൂവലിന്റെ ഇത് ഇവിടെ ഫാർഗോ കാണിച്ചുകൊണ്ടാണ് ഈ 94 കൂടെ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ 90 സാധാരണ കാണിക്കും. അപ്പൊ ദൂരം എല്ലാം വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അതുവഴി വരുമ്പം നമ്മള് സൗത്ത് ഡക്കോട്ട കയറി, വയോമിങ് കയറി, പിന്നെ മൊണ്ടാന കയറി. അതാ ഇപ്പൊ ഇച്ചിരി എനിക്ക് തോന്നുന്നൊരു 10-40 മൈൽ വരുമ്പം ആ 94 കൂടെ ഒന്നിച്ച് പിന്നെ പിന്നെ അത് ഓൾമോസ്റ്റ് അത് സെയിം ഇത് തന്നെ 90 ആയിട്ട് അങ്ങ് വാഷിംഗ്ടൺ വരെ പോകും. പിന്നെ അവിടുന്ന് നമ്മൾ പിന്നെ താഴോട്ട് പോകുന്നത് 5 കൂടെ പോകുന്നുള്ളൂ. ഞാനിതിനെ കുറിച്ചുള്ള കുറച്ച് ഫൺ ഫാക്ട്സ് ഒക്കെ നോക്കുമായിരുന്നു, മൊണ്ടാനയെ കുറിച്ചുള്ളത്. ഇവിടെ എനിക്കൊന്ന് കൂടുതലും ഇതല്ലേ ഈ റാഞ്ചസും. അതെ അതെ, റാഞ്ചസും കാര്യങ്ങളും ഒക്കെയാ. മൊണ്ടാന എന്നുള്ള പേര് തന്നെ മൊണ്ടാനിയ എന്ന് പറയുന്ന സ്പാനിഷ് വാക്കിൽ നിന്ന് വന്നതാണ്. മൗണ്ടൻസ്. അതിന്റെ നേരത്തെ ഇങ്ങനെ കണ്ട ഈ സ്പെയിനിന്റെ അതിനെ കിടന്ന സ്ഥലം US, പിന്നെ അതായത് US വലുതാക്കി വരുമ്പോ ഇത് പൈസ അങ്ങനെ ഫെഡറേഷൻ വന്നപ്പോഴത്തേക്കും അല്ലേ അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിച്ച സ്ഥലം. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഈ ഇതിപ്പോ നോർത്ത് സൈഡ് അല്ലേ, നോർത്തും താഴത്തെ സൗത്ത് സ്റ്റേറ്റുമായിട്ടൊക്കെ ഇവർക്ക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറെ ഹിസ്റ്ററീസ് ഉണ്ടല്ലോ ഇവിടെ. അതെ അതെ അതെ. പിന്നെ ഈ പറയുന്ന മൊണ്ടാനയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന സ്ഥലം ഹെലന എന്ന് പറയുന്ന സ്ഥലമാണ്, ഹെലന എന്ന സിറ്റി. പക്ഷെ ഇതിന്റെ കൊമേഴ്സ്യൽ ക്യാപിറ്റൽ ബില്ലിങ്സ് എന്ന് പറയുന്ന ഒരു ഇപ്പൊ വരുന്നത്. നമ്മളിപ്പോ ബില്ലിങ്സിലോട്ട് വരുക. ബില്ലിങ്സിൽ ഇപ്പൊ അവിടെ ലവ്സ് പുതിയത് തുടങ്ങിയിട്ടുണ്ട്. അവിടെ വേണം നിങ്ങൾക്ക് ഇറക്കാം. അവിടെ 90 and 94 വരുന്ന സ്ഥലം ബില്ലിങ്സ് എന്ന് പറയുന്ന സ്ഥലം. പിന്നെ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു US തന്നെ 24 മണിക്കൂറിലെ ഏറ്റവും വലിയ വെതർ ചേഞ്ച് ഉണ്ടല്ലോ, ടെമ്പറേച്ചർ ചേഞ്ച്, അത് റെക്കോർഡ് ചെയ്തേക്കുന്ന മൊണ്ടാനയിലാണ്. അതായത് 24 മണിക്കൂറിനുള്ളിൽ -54 ഡിഗ്രി ഫാരനൈറ്റിൽ നിന്ന് 49 ഡിഗ്രി ഫാരനൈറ്റിലേക്ക് മൂവ് ചെയ്തു. ഇവിടെ ഒരുപാട് കുതിരകൾ മുമ്പ് നല്ല നല്ല മുഴുത്ത മറ്റേ നമ്മൾ പറഞ്ഞ മൂരിക്കുട്ടം പോലെ ഭയങ്കര ഹെഡൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള ചിലപ്പം വേണേ അറിയില്ല. ഇപ്പൊ ഞാൻ ഇതിന്റെ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചില റെസ്റ്റ് ഏരിയ ഉണ്ട് ഇങ്ങനെ വലിയ, ഇപ്പൊ നമ്മൾ കയറിയ പോലത്തെ റെസ്റ്റ് ഏരിയ ഇല്ലേ, അതുപോലത്തെ റെസ്റ്റ് ഏരിയയില് ഈ ബൈസം വന്ന് അവിടെ ബഫല്ലോ കൺട്രി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോ നിർത്തിയ ആ റെസ്റ്റ് ഏരിയ ഇല്ലേ, അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ബഫലോസ് ഉണ്ട്. ഈ ബൈസൺ ഒക്കെ ബഫലോയുടെ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി ആണല്ലോ. അല്ല, മറ്റേത് ഇങ്ങനെ ചുമ്മാ നടക്കുന്ന വൈൽഡായിട്ട് നടക്കുന്ന ടൈപ്പ്. ഇവിടെ അല്ല, കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ കണ്ട റെസ്റ്റ് ഏരിയ പോലെ ഇങ്ങനെ ആളും ബഹളമൊന്നും ഇല്ലാതെ റെസ്റ്റ് ഏരിയയിലാണ് കാണുന്നത്. പുല്ല് തിന്നാൻ വേണ്ടിട്ടൊക്കെ അവരിങ്ങനെ മേഞ്ഞ് നടക്കുക. ഇതെല്ലാം ഇങ്ങനെ ഈ പുല്ല് കൃഷിയായിട്ടുള്ളൂ, മറ്റു കൃഷികളൊന്നും അധികം ഇല്ല. അങ്ങനെ മറ്റേ അപ്പുറത്തൊക്കെ ഉള്ള പോലെ ചോളത്തിന്റെയോ പറ്റിയ സെറ്റപ്പ് ഇല്ലാന്നോ. എനിക്കൊന്ന് ഇതുപോലെ തന്നെ വെതർ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഇത്. പിന്നെയുള്ള കൃഷി എന്ന് പറയുന്നത് എല്ലായിടത്തും ഉള്ള പോലെ കുഴിക്കുക, സാധനങ്ങൾ എടുക്കുക, മൈനിങ് അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ആവശ്യത്തിന് പ്രകൃതിയുടെ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. തന്നെയല്ല, നമ്മുടെ നാട്ടിലെ പോലെ ഈ പ്രകൃതി നാച്ചുറൽ റിസോഴ്സസ് എടുക്കുന്നതിന് ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്. കൂടുതൽ ഗവൺമെന്റ് കൺട്രോൾ ഉണ്ടല്ലോ അതില്. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. പ്രൈവറ്റ് ആൾക്കാർക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഈ നാച്ചുറൽ റിസോഴ്സ് എങ്കിൽ അവർക്ക് അതിൻ്റെതായ രീതിയിൽ മൈൻ ചെയ്യുകയും
അല്ലേ? ഇപ്പൊ സിലിക്കാണ്. കാരണം ഈ ഇടയ്ക്ക് നെറ്റ്ഫ്ലിക്സിലും യൂട്യൂബിലും ഒക്കെ ചില ഡോക്യുമെന്ററീസ് കാണാം. ചിലർ ഗോൾഡ് ഉണ്ടെന്ന് പറയുന്ന ഏരിയ പോയി അവർ മേടിച്ചിട്ട് അവരുടേതായ എക്യുപ്മെന്റ് അവർ തന്നെ കൊണ്ടുവന്ന് ഗോൾഡിന് വേണ്ടി തപ്പുന്നതും. ഇപ്പൊ നമ്മൾ ഈ മറ്റേ നെബ്രസ്ക വഴി പോകുമ്പോൾ കാണാൻ പോലെ മണല് നമ്മുടെ നാട്ടിൽ പണ്ട് ഈ കണ്ടത്തിന്ന് മണലെടുക്കുന്ന പറഞ്ഞ പോലെ മണല് മറ്റേ ഇതിന്റെ അകത്ത് അടിച്ച് വേറെ കൂടെ ക്ലീൻ ചെയ്ത് അത് നമ്മുടെ നാട്ടിലും പണ്ട് ചെയ്തോണ്ടിരുന്നേ. അതായത് ഈ കണ്ടത്തിന്ന് എടുക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നദികളിലുണ്ട്. പക്ഷെ പിന്നെ അതും ഇപ്പൊ അതിന് നിബന്ധന വന്നു കഴിഞ്ഞപ്പം കണ്ടത്തിന്ന് ഇങ്ങനെ കണ്ടത്തിൽ ചെളി പിടിച്ചു കൊടുത്ത് ഇതുപോലെ തന്നെ വാഷ് ചെയ്ത് ഇങ്ങനെ അതും പിന്നെ ഇപ്പൊ പ്രശ്നമായി. അതും ഇങ്ങനെ നിബന്ധന വന്നു അതും അങ്ങനെ എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതെല്ലാം വാരി കഴിയുമ്പോൾ തന്നെ ഈ വെള്ളത്തിന്റെ ഭൂമി നിൽക്കുന്ന ഇത് കുറയും. ഈ കണ്ടത്തിന്നൊക്കെ വരുമ്പോ ആ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ വരൾച്ച വരും. കാരണം ഈ മണൽ നിൽക്കുന്നിടത്ത് വെള്ളം ഇങ്ങനെ ഒരു അങ്ങനെ ഒരു ഇതുണ്ട്. മറ്റേത് പിന്നെ ചളിയായിട്ട് തന്നെ കിടക്കും. അല്ല മറ്റേ 90 വന്ന് കയറിയില്ലേ? ഇപ്പൊ 90-ലാ. അങ്ങനെ നമ്മള് മൊണ്ടാനയിലെ ബില്ലിങ്സ് എന്ന് പറയുന്ന ആ ഒരു ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇൻഡസ്ട്രി മൊണ്ടാനയിലെ ഇൻഡസ്ട്രിയൽ സിറ്റി ബില്ലിങ്സ്. നമ്മുടെ യെല്ലോ സ്റ്റോൺ സീരീസ് കാണുന്നവർക്ക് ഇഷ്ടംപോലെ കേട്ടിട്ടുള്ള പേരായിരിക്കും ബില്ലിങ്സും ഹെലനയൊക്കെ. കിഡിലൊരു ക്യാബോർ. പഴയ കാറുകളുടെ കാര്യം പറഞ്ഞില്ലേ സാറേ? ശരിക്കും ഈ അമേരിക്കയിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇവര് ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇതായതുകൊണ്ട് ചില കാറുകൾക്കൊക്കെ ഭയങ്കര വിലയാ. അത് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ പണ്ട് അത് ഈ അമേരിക്ക കാലിഫോർണിയ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഷോപ്പം കണ്ട ഇങ്ങനെ ഈ ആന്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ മുഴുവൻ അവരിങ്ങനെ സെയിലും ചെയ്യാൻ നമുക്ക് അവിടെ നിന്ന് പർച്ചേസും ചെയ്യാം. അപ്പൊ പണ്ടങ്ങാണ്ട് ഇങ്ങനെയുള്ള പഴയ നമ്പർ പ്ലേറ്റ് ഒക്കെ അതിങ്ങനെ വെച്ചിട്ട്. പക്ഷെ അവിടെ അവർക്ക് അതിന്റെ ഇതുണ്ട്. അത് ചെക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവര് ഇപ്പൊ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് അത്ര വ്യക്തതയൊന്നും കാണിയല്ല. എന്നിട്ട് അപ്പൊ ആന്റിക്സ് ചിലപ്പോ കൊണ്ടുവരുന്ന ആള് വലിയ ലോകത്തില്ലാത്ത കൂടെ വിലയൊക്കെ പറയും. ഇത് അവിടെ നിന്നുള്ള അവൻ ചുമ്മാ മേക്ക് ചെയ്ത് സം സ്റ്റോറീസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പറയും ഇത് അവിടെ നിന്ന് ഇത്രാമത്തെ നോട്ടുണ്ട്. ചിലർ പറയുന്നത് കറക്റ്റ് ആയിരിക്കും. പിന്നെ അതിനെനിക്കൊന്ന് അവർക്കത് ചെയ്യാൻ അറിയാവുന്ന അതിന്റെ ആൾക്കാരുണ്ട് ഷോപ്പിൽ. അപ്പൊ അവര് വന്നത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അവന് കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയും. ഇന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് കാറിന്റെ കാര്യത്തില് ചില റയർ മേക്ക് ആൻഡ് മോഡൽസ് അല്ല ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വണ്ടികള് അങ്ങനെ. അപ്പൊ അതുകൊണ്ടാണ് ഈ എവിടെ ചെന്നാലും നമ്മൾ ഈ പഴയ ഈ തുരുമ്പ് പിടിച്ച കാറുകള് കീപ്പ് ചെയ്തേക്കുന്ന കാണാമല്ലോ. അതിന് കളക്ടേഴ്സിന്റെ ഇടയിൽ ഭയങ്കര വില. അത് headed out at dawn. Yeah, I saddled up my shoes. Scale ആണ്. കാർ ഇപ്പൊ പോലെ പുറകിൽ ഒരു പോലീസ് വണ്ടി ഉണ്ട്. അതിനൊക്കെ പോകാം. അത് പട്ടിയും കൊണ്ട് പോകുന്നു. ഇവിടെ എനിക്കൊന്ന് സ്പീഡൊന്നും എഴുതിയിട്ട് കാണില്ല. ആ പ്ലേറ്റിൽ എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. രാവിലെ അവിടെ ആ ലൈറ്റാ നോക്കിയാൽ മതി. മറ്റേ 3 മൈൽ സ്പീഡ് എന്നുള്ള ഫുൾ സ്റ്റോപ്പ് ചെയ്യണം അവര്. സാറേ ഇല്ല, ബൈപ്പാസ് ഇല്ല. അതാണ് ഇവിടെ കയറേണ്ടി വരും. മൊണ്ടാനയിലെ ഒരു വേസ്റ്റ് സ്റ്റേഷൻ. യാതൊരു ഇൻഡിക്കേഷനും ഇല്ലായിരുന്നു. അവിടെ എഴുതി വെച്ചേക്കണൊക്കെ നോക്കി. അത് മറ്റേ അപ്പുറത്തന്നെ വെച്ചാല് സ്പീഡൊന്നും ഇല്ല. അപ്പൊ ഈ ചെറിയ പ്ലേറ്റാ. ഇവിടെ സ്പീഡ് എഴുതി വെച്ചിട്ടില്ല. ഞാൻ ഒരു 3 മൈലിങ് ഒരു ചെറിയ പ്ലേറ്റില് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ പ്ലേറ്റ് കയറി കഴിഞ്ഞപ്പോ തന്നെ ഇവൻ റെഡ് ഇടും. അതായത് ഈ ഓരോ ആക്സിഡന്റ് മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞ വെയിറ്റ് കുഴപ്പമില്ല. ഫ്രണ്ടിൽ എഴുതി കാണിക്കും. അങ്ങനെ നമ്മൾ ഒരു ലൗസിലേക്ക് എത്തിയിരിക്കുകയാണ്. സാറേ ഷവർ അവൈലബിൾ. ഞാൻ പെട്ടെന്ന് ഒരു ഷവർ എടുത്തിട്ട് വരട്ടെ.
ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഓക്കെ. ശരിക്കും നമ്മൾ ലൗസിൽ വരുമ്പോഴത്തേക്കും ഇവിടെ ഓൾറെഡി ഒരു സെറ്റ് ഓഫ് ടവൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും ടവലിനെ കരുതി നമ്മുടെ പേഴ്സണൽ സാധനം ഉപയോഗിക്കാറ്. കാരണം എത്രയോ ആൾക്കാർ മാറി മാറി ഉപയോഗിക്കുന്നതാണ്. സാനിറ്റേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു മനസംതൃപ്തി. അതിനെന്തായാലും നമ്മളൊരു സൂപ്പർ കുളിയും കഴിഞ്ഞു, ഒരു കാപ്പി എടുത്തു. നമ്മുടെ വിൻഷീൽഡ് കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്, അതോടെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പിടിവിട്ട് പോയേക്കാം. ഏകദേശം നമ്മളെ കാത്തിരുന്ന് മുഷിഞ്ഞെന്നോ. കുളിയും പല്ലുതേപ്പും എല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡർസ്റ്റേറ്റ് 90 എന്ന് പറയുന്ന ഹൈവേ കൂടെ മൊണ്ടാനയിലൂടെയാണ്. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മൊണ്ടാനയുടെ മൗണ്ടൻ റീജിയനിലേക്ക് പയ്യെ എത്തുകയാണ്. ഇനി കൂടുതലും മൗണ്ടേനിയസ് ആയിട്ടുള്ള നല്ല കൂടുതൽ രസകരമായ കാഴ്ചകളായിരിക്കും വരുന്നത്. നമ്മൾ ഇത്രയും നേരം വന്ന ഒരു ബോറിംഗ് പ്ലെയിൻ ടെറൈൻസ് എല്ലാം പയ്യെ മാറാൻ തുടങ്ങുകയാണ്. അപ്പം ഇന്നത്തെ സൺസെറ്റ് നമുക്ക് കിഡിലും കുറച്ച് മൊണ്ടാനയിലെ മൗണ്ടൻ കാഴ്ചകളൊക്കെ കൊണ്ടുവരാൻ പറ്റുമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. ആരുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു കറക്റ്റ് ഈവനിങ് ഡ്രൈവ്, വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു റോഡിൽ കൂടെ. ആലോചിച്ച് നോക്കിക്കേ. കിടിലം ഭൂപ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നിറയുന്ന നല്ല അടിപൊളി ഭൂപ്രകൃതിയാണ് കേട്ടോ. വെറുതെയാണോ ആൾക്കാരൊക്കെ ഇതുപോലെ റിമോട്ടായിട്ട് താമസിക്കാനൊക്കെ താല്പര്യപ്പെടുന്നത്? ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയത്തില്ല, പക്ഷെ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാറും കൃഷിയായിരിക്കും കൂടുതലും. പക്ഷെ ആ ഒരു കാര്യത്തിൽ ടേക്ക് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലാക്സ്ഡ് ലൈഫിന് പറ്റിയ സൂപ്പർ സ്ഥലം. നമ്മളിപ്പോൾ ഒരു വലിയ കയറ്റം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല അടിപൊളി സീനിക്കായിട്ടുള്ള ഒരു സ്ഥലം. ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ നിങ്ങൾ? ലെഫ്റ്റ് സൈഡിൽ നല്ല കാട് പോലെ വലിയ വലിയ മരങ്ങളുള്ള സ്ഥലമുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ വീടുകളും ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഗ്രിസ്ലി ബെയർ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കിക്കേ, രാത്രിയിലോ എപ്പോഴേലൊക്കെ ഒന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ചുറ്റുപുറം കരടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ ഈ ഗ്രിസ്ലി ബെയർ എന്ന് പറയുമ്പോൾ ബെയറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബെയറാണ് ഗ്രിസ്ലി, ഈ ബ്രൗൺ കളറിലിരിക്കുന്ന ബെയർ. ഇടതുവശത്തിരിക്കുന്ന ഒരു എന്താ വീടും അതിനോടനുബന്ധിച്ച ഒരു പ്രസ്ഥാനം കണ്ടോ. എൻ്റെ പുറകിലേക്ക് നല്ല കാടാ.
അങ്ങനെ വൈകുന്നേരം 8:30, അതായത് നമ്മുടെ 8:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ ചെറിയൊരു മഴയൊക്കെ തുടങ്ങി കേട്ടോ. മൊണ്ടാനയുടെ കുറേ മലകളൊക്കെ കയറി ഏതോ ഒരു ഏരിയയിലേക്കൊക്കെ എത്തി. എനിക്ക് തോന്നുന്നു എലവേഷൻ കൂടിയ ഒരു ഇച്ചിരി ഏരിയയിലേക്കൊക്കെ നമ്മൾ എത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറും ഡ്രോപ്പ് ആയിട്ടുണ്ട്. നമ്മൾ വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് 37-38 ഡിഗ്രി ആയിരുന്നല്ലോ, ഇപ്പോൾ 16 ഡിഗ്രി ഉള്ളൂ. നേരത്തെ ദേവസ്യാജനുമായിട്ട് നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞില്ലേ, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു വലിയ ടെമ്പറേച്ചർ ചേഞ്ച് 24 മണിക്കൂറിനുള്ളിൽ നോട്ട് ചെയ്തേക്കുന്ന അമേരിക്കയിലെ ഒരു സ്ഥലമാണ് മൊണ്ടാന. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇപ്പോൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 മണിക്കൂർ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു 5 മണിക്കൂറിൻ്റെ ഇടയിൽ 37 ഡിഗ്രിയിൽ നിന്ന് 16 ഡിഗ്രിയിലേക്ക് താന്നു. My shoe headed out at dawn. Yeah, I saddled up my shoe headed out at dawn. Ain't no place gonna hold me. വീണ്ടും നല്ല മഴ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സൺസെറ്റിൻ്റെ ഭാഗ്യമൊന്നുമില്ല. എന്തായാലും മഴ പെയ്ത് പ്രകൃതിയൊക്കെ ഒന്ന് ഫ്രഷ് ആവട്ടെ. മിക്കവാറും നാളെ നമുക്ക് ഈ റൂട്ടിലാണ് തിരിച്ചു വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല വിഷ്വൽസ് കിട്ടുമായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അല്ലേ. $12 കിലോമീറ്ററിൽ നമുക്ക് റെസ്റ്റ് ഏരിയ വരുന്നുണ്ട്. അവിടെ നിർത്തി എന്തെങ്കിലും ഫുഡ് കഴിക്കാം. നമ്മളങ്ങനെ കുറേ നേരമായിട്ട് ഒരു വലിയ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നേ. കയറ്റമെല്ലാം കയറി ഇനി അടുത്ത വലിയൊരു ഇറക്കം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു രക്ഷയില്ലാത്തൊരു ഡ്രൈവാണ് കേട്ടോ. മഴ പെയ്തതിൻ്റെ ഒരു ബാക്കി പത്രം എന്നുള്ള രീതിയിലായിരിക്കാം. ഇപ്പോൾ കോട ഇറങ്ങിയിട്ടുണ്ട്. മൗണ്ടൻസിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നല്ല കോടമഞ്ഞ് ഇങ്ങനെ കാറ്റടിച്ച് മാറിക്കളിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസം. Lighten up, take me on the magic river. Tell me ഓൾറെഡി പാർക്കിംഗ് എല്ലാം നിറഞ്ഞ പോലെ ഒരു ഫീലിങ്. ഈ റൂട്ടിൽ ട്രക്ക് പാർക്കിങ്ങുകളെല്ലാം കുറവാണല്ലോ. സ്ഥിരം വരുന്ന മച്ചാന്മാരെല്ലാം ഓൾറെഡി വന്ന് സ്പോട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കണം. മഴയുണ്ട് കേട്ടോ, എന്നാലും നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. കാരണം നിങ്ങൾ കാണുന്ന ഷെഡ് കണ്ടോ, ആ ഷെഡാണ് ഇവിടുത്തെ വാഷ്റൂമിൻ്റെ ഒരു സെറ്റപ്പ്. നമ്മുടെ കമ്പോസ്റ്റ് പോലത്തെ ഒരു ചെറിയ സെറ്റപ്പാണിത്. എന്തായാലും പുറത്തിറങ്ങി കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തു. നല്ല മഴയുണ്ട് കേട്ടോ. പനി പിടിപ്പിക്കാതെ നമുക്ക് പോയി വല്ലതും കഴിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നറിനുള്ളത് എന്താണ്, നമ്മുടെ കയ്യിൽ കിനുവയും പിന്നെ ഇപ്രാവശ്യം സോസേജ് കറിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോ കണ്ടില്ലായിരുന്നു, സോസേജ് ആൻഡ് മീറ്റ് ബോൾ കറി. നമുക്ക് സമയം കിട്ടില്ല, നമ്മുടെ സ്റ്റോക്ക് ചിക്കനൊക്കെ തീർന്നായിരുന്നു. അടുത്ത ആഴ്ച കഴിഞ്ഞ് നമുക്ക് ബൾക്ക് ചിക്കൻ ഷോപ്പിങ്ങിന് പോകണം. അതുകൂടാതെ അതോടൊപ്പം തന്നെ നമുക്ക് ഗ്രീക്ക് യോഗട്ടും ഉണ്ടേ. ഈ സോസേജ് കറി ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത് ഞങ്ങൾ ഗൾഫിലുള്ളപ്പോഴാണ്, ഖത്തറിലുള്ളപ്പോൾ. അവിടുത്തെ നമ്മുടെ ഒരു മേജർ സാധനമായിരുന്നു സോസേജ് കറി. ഞങ്ങൾ ഖത്തറിലെ ഖത്താറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ അടുത്തുള്ള ഇൻ്റർകോണ്ടിനെൻ്റൽ ഹോട്ടലിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ സ്റ്റാഫ് അക്കോമഡേഷൻ്റെ സൈഡിൽ തന്നെ അവിടെ നമുക്കൊരു അടിപൊളി ചെറിയൊരു കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ മിക്ക നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മറ്റേ
എഗ്ഗിൻ്റെ ഒരു റെസിപ്പി ഉണ്ട്, നമ്മുടെ എഗ് റോസ്റ്റോ അങ്ങനെ കണ്ടൊക്കെ ഒരു സാധനം. അതോടൊപ്പം ഒന്നെങ്കിൽ എഗ് റോസ്റ്റ് അല്ലെങ്കിൽ സോസേജ് കറി അതൊക്കെ മേടിച്ച് ആയിരുന്നു നമ്മളെ വീക്കെൻഡ് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. നൈസ്, അടിപൊളി. വിശന്നിരിക്കുമ്പോണ്ടല്ലോ കൊള്ളാം. വേണ്ട, നമ്മുടെ 1/2 മണിക്കൂർ ബ്രേക്ക് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡ്രൈവിംഗ് ടൈം നമുക്ക് 5 hours and 23 minutes കയറിയിട്ടുണ്ട്. ഇനി അപ്പം അങ്ങ് വണ്ടി എടുത്ത് പോവാം. നല്ല കിടിലൻ ലാൻഡ്സ്കേപ്പിൽ കൂടെ രാത്രി ആയപ്പോഴത്തേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. പക്ഷെ അങ്ങ് രാത്രി ആയിക്കൊണ്ടിരിക്കുക, മൊത്തത്തിൽ എല്ലായിടത്തും ഡാർക്കായി. നാളെ നമുക്ക് ഇതൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കും. ഒരു സൈഡിൽ നിറഞ്ഞൊഴുകുന്ന പുഴ, നമ്മുടെ നേരെ മുമ്പിൽ മൗണ്ടൻസ് നല്ല പച്ച കളറിൽ, എൻ്റെ നടുക്കേ കൂടെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു റോട്ടിൽ കൂടെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ഫീലല്ലേ. മഴ എന്നൊക്കെ പറഞ്ഞാൽ തുള്ളിക്കൊരു കുടം എന്ന് പറയുന്ന രീതിയിലുള്ള ഭയങ്കര മഴയാണ് കുറച്ച് നേരമായിട്ട് കേട്ടോ. നമ്മൾ വേണ്ട ഇപ്പം മിസൂളയിലെ മൊണ്ടാനയിലെ ഒരു സ്ഥലമാണ് മിസൂള, നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു ലൗസ് എത്തി. നമുക്ക് ഇവിടുന്ന് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചുകൊണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. Please drive to highlighted route. നേരം ഡ്രൈവിംഗ് ആയിരുന്നല്ലോ, അപ്പോൾ അവിടുന്ന് മാറി നമ്മൾ ഫ്യൂൽ ചെയ്യാൻ നേരത്ത് ഓൺ ഡ്യൂട്ടി ഫ്യൂലിംഗ് ഇടണേ. അപ്പോൾ ഫ്യൂൽ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് BVDയുടെ ഒരു ആപ്പുണ്ട്. കാരണം BVD എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഫ്യൂൽ കാർഡാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം അതിൻ്റെ ആപ്പിൽ കയറി നമുക്ക് ഇതിൻ്റെ ഓരോ പ്രാവശ്യവും ഓരോ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു പാസ്വേഡ് 1/2 മണിക്കൂർ നേരത്തേക്ക് നമ്മുടെ ഒരു ഇതിൽ ഈ പാസ്വേഡ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പം അടുത്ത പ്രാവശ്യം നമ്മൾ ഫ്യൂൽ ചെയ്യാൻ നേരത്ത് വീണ്ടും ഇതുപോലെ നമ്മൾ ഈ ആപ്പിൽ കയറി ഒരു ഡ്രൈവർ ID ക്രിയേറ്റ് ചെയ്യണം. നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫ്യൂൽ കാർഡ്. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ലൗസിൻ്റെ കാർഡ്. അപ്പോൾ നമ്മുടെ കാർഡൊന്ന് മിസ്സായി പോയാലും അത് മിസ്യൂസ് ആവാണ്ടിരിക്കും. ഒടുക്കത്തെ മഴ കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത മഴ, നനഞ്ഞ് ചീഞ്ഞു. നമ്മൾ ഫ്യൂവൽ അടിക്കുന്നിടത്ത് റൂഫ് ഉണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, നല്ല ഊത്തലടിയാണ്. ഊത്തലടി കാരണം ഒരു രക്ഷയില്ല, നമ്മൾ നനഞ്ഞ് തവിട് പൊടിയായി. അങ്ങനെ കേട്ടോ, നമ്മുടെ മിസൂളയിൽ നിന്ന് ഫുള്ള് നമ്മൾ അടിച്ചേക്കുന്നത് 109 ഗാലനാണ് കേട്ടോ.
ഫ്യൂലിങ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു കാപ്പിയും കൂടെ എടുത്തുകൊണ്ട് പോവാം. നല്ല മഴയൊക്കെ അല്ലേ, തന്നെയല്ല ഒരു 3-4 മണിക്കൂറോടെ ഓടിക്കാനുണ്ട്. അപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ചങ്ങ് റിലാക്സ് ചെയ്ത് പോവാം. ലൗസിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ലൗസിൽ നമുക്ക് 2 തരത്തിലുള്ള കാപ്പിയാണ് ഉള്ളത്. ഒന്ന് വേണ്ട ഇത് ഹൗസ് മൈൽഡ് എന്ന് പറയുന്ന ഒരു സാധനം, അതോടൊപ്പം തന്നെ വേണ്ട ഫ്രഷ്ലി ബ്രൂ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഈ ടൈപ്പ് ഒരു സാധനം. ഇവിടെ ഈ സാധനം അവൈലബിൾ അല്ല. സാധാരണ ഇതിൽ രണ്ടാമത്തെ കാപ്പിയൊക്കെ നമ്മൾ ഈ ലൈറ്റായിട്ടുള്ള എടുക്കാറ്, പക്ഷെ അതില്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇത് എടുക്കാം. ഈ ബ്രൂ ചെയ്തിട്ട് എടുക്കുന്ന കാപ്പിയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു ഇച്ചിരി ഫ്രഞ്ച് വാനിലയുടെ ഇതും കൂടെ ഇടും, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്തായാലും കാപ്പി എടുത്തു. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേവറേറ്റ് സാധനം കഴിഞ്ഞ ദിവസം എടുത്ത ഈ സാധനം കൂടെ എടുത്തേക്കാം. ഇത് എനിക്ക് തോന്നുന്നു ഡാർക്ക് ചോക്ലേറ്റാണ്, ചോക്ലേറ്റ് കവേർഡ് ആൽമണ്ട്, ഹാഫ് ദ ഷുഗർ. എന്തോ സംഭവം ഒരു ഇച്ചിരി അഡിക്റ്റീവ് കേട്ടോ. എന്തായാലും തന്നെയല്ല വിലയും കുറവ്, ആൽമണ്ടുമാണ്, 2.99 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. അപ്പോൾ പരിപാടിയെല്ലാം സെറ്റായ സ്ഥിതിക്ക് വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് പോയേക്കാം. ദൈവാനുഗ്രഹിച്ച മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് വണ്ടി ഒന്ന് കയറുന്നോളം വരെ അല്ല, നനഞ്ഞ് കഴിഞ്ഞ് കയറിയാണ്. അങ്ങനെ ഫ്യൂവൽ അടിച്ച് തിരിച്ച് ഇൻ്റർസ്റ്റേറ്റ് 90 നമ്മൾ കയറിയിരിക്കുകയാണ്. ഇനി 712 കിലോമീറ്റർ നമ്മൾ ഈ ഒരൊറ്റ ഹൈവേ കൂടെ പറന്ന് പോകുന്നതായിരിക്കും. 712 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ നമുക്ക് ഡീവിയേഷൻ ഉള്ളൂ. Continue on I-90.